അപ്പോൾ നമ്മൾ ചുണ്ടക്ക കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാണ് കേട്ടോ സംഭവം. ചുണ്ടക്ക പറയുന്നത് ഇതിങ്ങനെ ഒരു ഇതിലുണ്ടാവും. ഞാൻ എടുത്ത വീഡിയോ ഒന്നും ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോൾ. ഈ സംഭവത്തിലാണ് കേട്ടോ ഉണ്ടാവുക. ഈ ചുണ്ടക്ക പറയുന്നത് ഇങ്ങനെ കുറച്ച് കൊല പോലെ ഉണ്ടാവും. അപ്പം അതിൽ നിന്ന് നമ്മൾ പറിച്ചെടുക്കണം. കുറച്ച് വലുതൊക്കെ ആണെങ്കിൽ നമ്മൾ ചതയ്ക്കുക. ചെറുതൊന്നും ചതയ്ക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ വെച്ചാൽ മതി. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പച്ചമുളക്, കരിവേപ്പില, വെളുത്തുള്ളി നേരേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കടുക് പൊട്ടിച്ചതിന് ശേഷം കരിവേപ്പിലിട്ട് ഉള്ളിയിട്ട് അതൊന്ന് വഴഞ്ഞതിന് ശേഷം വെളുത്തുള്ളി ഇടണം കേട്ടോ. വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരു 3 തക്കാളി ഞാൻ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം വെളുത്തുള്ളി, ഉണക്കമുളക് 2 ആ പച്ചമുളക് ഉണ്ടായിരുന്നു അത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റ്. ഒന്ന് നല്ല വഴഞ്ഞതിന് ശേഷം നമ്മൾ തക്കാളി അരച്ച് വയ്ക്കും. അതല്ലെങ്കിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. അതിന് മുന്നേ ഞാൻ മറന്നുപോയി സംഭവം. നമ്മൾ ചുണ്ടക്ക ഇടണം കേട്ടോ. ഇത് നല്ല മൂത്തതിന് ശേഷം ചുണ്ടക്ക നല്ല വാട്ടിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ആദ്യം വഴറ്റണമെങ്കിൽ ആദ്യം വഴറ്റിയെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും. അത്ര എന്താ പറയുക, ഓവർ കയ്പ്പെന്ന് പറയുന്ന സാധനമൊന്നും അല്ല കേട്ടോ. അപ്പം ഇത് എണ്ണ കിടന്നൊന്ന് നല്ല മൂത്തതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇടാം. എന്നതിന് ശേഷം അത് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് തക്കാളി അരച്ച് വയ്ക്കാം. എനിക്കില്ലേ അങ്ങനെ കുക്കിംഗ് ചെയ്യുന്ന വീഡിയോ അങ്ങനെ ഒരു കയ്യിലെടുത്തിട്ട് ഒരു കയ്യിൽ ചെയ്യുന്ന പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ മസാലയൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് അത് മൂപ്പിച്ചതിന് ശേഷം തക്കാളി ഞാൻ 3 തക്കാളി അരച്ചെന്നല്ലേ, 3 തക്കാളി അരച്ച് ഒഴിച്ചിട്ടൊന്ന് നല്ലോണമായി തിളച്ചിട്ട് ഒന്ന് എണ്ണ തെളിയണം. അപ്പം നമ്മൾ പുളി പിഴിഞ്ഞത് ഒഴിക്കണം. ഇതിൽ പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ട് പിന്നെ ബാക്കി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എത്ര വേണ്ടെന്ന് വെച്ചാൽ. പിന്നെ ഇത് ഓവർ വെള്ളത്തിൽ കുറേ വെള്ളം ഒഴിച്ച് കലക്കി അങ്ങനെയൊന്നും നന്നാവില്ല കേട്ടോ. ഈ കറി കുറച്ച് കുറുകിയ പോലെ തന്നെ വേണം. അപ്പം നല്ല തിളച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത്ര മതി. ഇനി വറ്റിക്കഴിഞ്ഞാൽ തീരെ കറിയില്ലാത്ത പോലെ ഉണ്ടാവും. അപ്പം നമ്മൾ ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് എന്ത് ചേർക്കുന്നതെന്ന് വെച്ചെങ്കിൽ കുറച്ച് ജീരകം പൊടിച്ചതും കുറച്ച് കുരുമുളക് പൊടി ഇടണം കേട്ടോ. അപ്പം ഇതത്ര ഇടുന്നുള്ളൂ കേട്ടോ, ഇരുന്നുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെ കറീനെ നമ്മൾ ഓഫ് ചെയ്യും. പിന്നെ ഞാൻ ഈ അടുപ്പിൽ എന്താ ചെയ്യുന്നതെന്നറിയോ, നമ്മൾ ഫേസിനും ബോഡിക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ക്യാരറ്റിൻ്റെ എണ്ണയാണ്. വെളിച്ചെണ്ണയിൽ ക്യാരറ്റ് ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നതാണ്. ഒന്ന് നല്ല കളറൊക്കെ ഒന്ന് മൂത്തെന്ന് കാണുമ്പോൾ ഞാൻ ഇറക്കും കേട്ടോ. ഇറക്കിയിട്ട് പിന്നെ നല്ല ചൂടാറിയതിന് ശേഷം അരിച്ചിട്ട് ഒരു ബോട്ടിലാക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് എപ്പോഴൊക്കെ നമ്മൾ ഫേസിന് വെറും നമ്മൾ വെളിച്ചെണ്ണ തേക്കുമ്പോൾ കുറച്ച് നിറം വ്യത്യാസം ഡിഫറെൻ്റ് അറിയും എങ്ങനെ. ഞാൻ ഇതുപോലത്തെ എണ്ണയും പിന്നെ ഓറഞ്ചിൻ്റെ തൊലിയിൽ അത് ചുരണ്ടിയിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് ആ കളർ നല്ലൊരു ലൈറ്റ് ഓറഞ്ച് കളറിൽ വരും ആ എണ്ണ. എന്നിട്ട് പിന്നെ ഇറക്കിയിട്ട് ഇതേപോലെ ഞാൻ പിന്നെ അത് അരിക്കാറില്ല കേട്ടോ. ഓറഞ്ചിൻ്റെ അതങ്ങനെ തന്നെ ഒഴിച്ച് വയ്ക്കും. കുറച്ച് വലുപ്പമുള്ള ബോട്ടിൽ ചൂടാറിയതിന് ശേഷം ഒഴിച്ച് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അത് ഇതേപോലെ മുഖത്ത്, കയ്യിൽ, കാലിലൊക്കെ ആദ്യമൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നല്ലൊരു വ്യത്യാസമാണ്. പിന്നെ കുറേ ആയിട്ട് മടി ഇതൊക്കെ ചെയ്യാൻ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ടില്ല. മോനാണെങ്കിലും നമ്മൾ കാലൊക്കെ ചൊറിയുമ്പോൾ ഒരു വെള്ളപ്പൊടി പോലെയൊക്കെ അങ്ങനത്തെ ഒക്കെ ഒരു ഇത് വരില്ല നമ്മളെ കാലിൽ. നമ്മൾ എണ്ണയൊന്നും ക്രീമോ എണ്ണയൊന്നും തേക്കാതെ കുറേ വിടുമ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചില്ല, അപ്പോൾ അവനും കാലിൽ തേച്ച് കൊടുക്കുക, കയ്യിലൊക്കെ തേക്കാനൊക്കെ. അത് നമുക്കും അതേപോലെ ഫേസിലൊക്കെ തേക്കും. അപ്പം അതിനുള്ള ക്യാരറ്റിൻ്റെ എണ്ണയാണ്. കോക്കനട്ട് ക്യാരറ്റ് ഓയിലാണ് കേട്ടോ ഇത്.